മലപ്പുറം അരീക്കോട് കൂട്ടബലാത്സംഗ കേസിൽ പോലീസിനെതിരെ അതിജീവിതയുടെ അഭിഭാഷകൻ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ പോലീസ് എഫ്ഐആർ വൈകിപ്പിച്ചുവെന്ന് അഭിഭാഷകൻ CV ആദിൽ അലി. നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8 പേർക്കെതിരെയാണ് യുവതി പരാതി നൽകിയത്. സംഭവത്തിൽ അരീക്കോട് പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ഈ അതിജീവിതയുടെ സഹോദരനും അവരെ സഹായിക്കാൻ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ ചേർന്ന് നിരവധി തവണ പോലീസിനെ അപ്രോച്ച് ചെയ്തിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള 376 അടക്കമുള്ള വകുപ്പുകൾ വരുന്ന റേപ്പ് അടക്കമുള്ള വകുപ്പുകൾ വരുന്ന കേസിൽ പോലീസ് നിസ്സംഗത കാണിച്ചു, അലംഭാവം കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്നിട്ടും അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത്, അരീക്കോട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇല്ലാത്ത കാരണം 3/12 ഡിസംബർ 3-ാം തീയതി വീണ്ടും ഈ അതിജീവിതയുടെ സഹോദരൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകുകയുണ്ടായി. എന്നിട്ട് പോലും 3/12 പരാതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് നൽകിയിട്ട് പോലും തുടർന്ന് DGPക്കും മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷൻ അടക്കമുള്ള ഫോറങ്ങളിലും പരാതി നൽകിയപ്പോൾ മാത്രമാണ് തുടർന്ന് നടപടി ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം അരീക്കോടാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതായി യുവതിയുടെ സഹോദരൻ പരാതി നൽകിയത്. നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8-ലധികം ആളുകൾ ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് യുവതിയുടെ സഹോദരൻ നൽകിയ പരാതി. സംഭവത്തിൽ 3 FIRകളാണ് അരീക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2022-23 വർഷങ്ങളിലാണ് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായതെന്ന് FIRൽ പറയുന്നു. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡനത്തിനിരയാക്കി യുവതിയുടെ 15 പവൻ സ്വർണം കവർന്നുവെന്നും പണം വാങ്ങി മറ്റു പലർക്കും യുവതിയെ കാഴ്ചവെച്ചുവെന്നും FIRൽ പറയുന്നു. ചൂഷണം ചെയ്തത് നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8 പേരാണെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ FIRൽ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ല. പണം നൽകി പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നും കുറ്റക്കാരായവരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർക്ക് പണവും ഐഫോണും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അതിജീവിതയുടെ അഭിഭാഷകൻ ആരോപിക്കുന്നു. പോലീസ് അതിൽ ആക്ഷൻ എടുക്കാതെ പോയതുകൊണ്ട് മാത്രമല്ല ഈ FIR എല്ലാം തന്നെ വളരെ ദുർബലമായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇമ്മോറൽ ട്രാഫിക്കിംഗ് അടക്കമുള്ള ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. 376 മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് വലിയ അലംഭാവമാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട DGPക്കും വിജിലൻസ് DGPക്കും ഞാൻ കഴിഞ്ഞ ദിവസം പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. 38-കാരിയായ യുവതിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അതിജീവിത മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.